ഹലോ വെൽക്കം ലാസ്റ്റ് മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് MPF അവന്യൂ ബ്ലാങ്ക് എന്ന പെർഫ്യൂമാണ്. ഇത് അവന്യൂ ബ്ലാങ്ക്, ഈ പേര് കണ്ടിട്ട് ഞാൻ ആക്ച്വലി ഇത് എടുത്തത് ക്രീഡ പെൻഡസിന്റെ ഇൻസ്പയർഡ് ആയിരിക്കും എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഇവിടെ MPF എന്നുണ്ട്, മൈ പെർഫ്യൂംസ് ആണ് ഇതിന്റെ ഓണർ. അപ്പോൾ ഞാൻ വെറുതെ പിന്നീട് വാങ്ങി ഒക്കെ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം ഫ്രാഗ്രൻറ്റിക്ക നോക്കിയപ്പോഴാണ്, ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. അതിന് മുന്നേ ഞാൻ വെറുതെ ഫ്രാഗ്രൻറ്റിക്കലൊക്കെ നോക്കിയത് ഇതിന്റെ ഇൻസ്പയർഡ് ആണോ എന്നുള്ളത്. നോക്കുമ്പോൾ നമ്മുടെ ലക്കോസ്റ്റ് വൈറ്റിന്റെ ഇൻസ്പയർഡ് ആണ്. പിന്നെ തോന്നി കുഴപ്പമില്ല, ലക്കോസ്റ്റ് വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഇത് പേര് മാത്രം കണ്ടിട്ട് ഇതാരും ക്രീഡ വെൻഡസാന്നൊന്നും കരുതണ്ട. ഈ അവന്യൂ എന്നൊക്കെ കാണുമ്പോൾ ക്രീഡ എന്ന് എഴുതിയിട്ട് ചാടി വീണ് എടുക്കണ്ട, ക്രീഡല്ല. ഓക്കെ, ഇത് ലക്കോസ്റ്റ് വൈറ്റ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു കളേഴ്സ് ഉള്ള ട്രാഫിക് ലൈറ്റ് പോലത്തെ ഒരു സാധനം. ഓക്കെ, അപ്പോൾ ഇത് UAE ബ്രാൻഡാണ്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡാണ്, വലിയൊരു പ്രൈസ് ഒന്നും വരാത്ത ഒരു പ്രോഡക്റ്റ്സ് ആണ്. ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു കേരള കമ്പനി തന്നെയാണ്. പിന്നെ മാനുഫാക്ചർ ബൈ മൈ പെർഫ്യൂംസ് LLC. പ്രൈസ് അവർ വേറെ സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ്. അത് 1325 എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു 1190 ആ റേഞ്ചിലൊക്കെ കിട്ടും. ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ബോക്സൊക്കെ ചിലത് സൂക്ഷിക്കാറുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് പെർഫ്യൂം. ഇതെങ്ങനെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയുടെ ലൈറ്റിൽ എനിക്കിവിടെ ജ്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റും തോന്നിട്ടില്ല. കോൺസെൻട്രേറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ, എഴുതിയിട്ടുണ്ട്. ഓക്കെ, അവന്യൂ ബ്ലാക്ക് MPF. ഈ MPFന്റെ കുറേ പെർഫ്യൂംസ് എൻ്റെ കയ്യിലുണ്ട്, ചെറുത്. ഈ ചെറിയ ചെറിയ സാമ്പിൾസ് സ്മിട്ടന് മുമ്പ് വാങ്ങിച്ചാൽ. ഇത് ആക്ച്വലി ഇത് മൈ പെർഫ്യൂംസിന്റെ ബ്രാൻഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഓരോ പേര് കണ്ടിട്ട്, ഇത് ഈ അവന്യൂ നോവ എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം അതും കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഞാൻ വേറെ വീഡിയോസ് ചെയ്യാം. പിന്നീട് ഇത് കിട്ടിയപ്പോഴാണ്, ഇതിന് മൈ പെർഫ്യൂംസ് എന്നൊക്കെ പേര് കണ്ടപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ബ്രാൻഡിന്റെ നാട് എന്നുള്ളത് മനസ്സിലായത്. മറ്റത് എന്തെങ്കിലുമൊക്കെ പേര് കണ്ടിട്ട് വാങ്ങിച്ചു നോക്കും, പിന്നെ അത് നോക്കുകയൊന്നുമില്ല. അപ്പോൾ എന്തായാലും അത് ഞാൻ പിന്നീട് ഓരോന്നോരോന്നായിട്ട് വീഡിയോ ചെയ്യാം. ക്യാപ്പും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. എന്തായാലും ഈ മൈ പെർഫ്യൂംസ് ബോട്ടിൽ മേലൊക്കെ അത്യാവശ്യം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മറ്റേ മിക്ക കമ്പനികളും ഒരേ പാറ്റേണിലുള്ള ബോട്ടിൽസൊക്കെ കൊണ്ടുവരാൻ, അങ്ങനെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ ഇങ്ങനെ കളർ മാറ്റും. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ടിൽസ് ഇറക്കുന്നുണ്ട് പെർഫ്യൂംസിനൊക്കെ. അപ്പോൾ ഇത് ആറ്റമൈസർ ഈസ് ഗുഡ്. ഫ്രാഗ്രൻസ് നമ്മുടെ ലക്കോസ്റ്റ് വൈറ്റിൻ്റെ ഫ്രാഗ്രൻസ് തന്നെ. അപ്പോൾ ലക്കോസ്റ്റ് വൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ മാൻലി പെർഫ്യൂംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കരുതുക ഫ്രഷ് പെർഫ്യൂംസ്, മൂഡി പെർഫ്യൂംസ്, അതല്ലെങ്കിൽ ആംബർ സ്മെല്ല് വരുന്ന പെർഫ്യൂംസ് ഒക്കെ. പക്ഷേ ഈ ലക്കോസ്റ്റ് വൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വൈറ്റ് ഫ്ലോറൽ, അതും ജസ്റ്റ് വൈറ്റ് ഫ്ലോറൽ അല്ല, നല്ല ക്രീമി വൈറ്റ് ഫ്ലോറൽ ഫ്രാഗ്രൻസ് ആണ് ലക്കോസ്റ്റ് വൈറ്റ് എന്ന് കിട്ടുക. സോ അതേ വൈബ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യത്യാസമല്ല, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇത് അതാണെന്ന് വേഗം മനസ്സിലാവും. പക്ഷെ ഇവരുടേതായ ചെറിയൊരു നാച്ചുറൽ ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ചിലർ എൻ്റെ അടുത്ത് വീഡിയോയിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് പെർഫ്യൂം വീഡിയോ ചെയ്യുമ്പോഴും ഇത് ഇതിനെ ഇൻസ്പയർഡ് അതിനെ ഇൻസ്പയർഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതായത് ഇത്തരം ബ്രാൻഡുകളുടെ ഒരു എന്താ പറയുക ബിസിനസ് എന്ന് പറയുന്നത് അതാണ്. അവർ വലിയ ബ്രാൻഡുകളെ ഇൻസ്പയർ ചെയ്തിട്ട് ചെറിയ പ്രൈസിന് കൊടുക്കുന്നു സാധനങ്ങൾ, അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇതിനെ ഇൻസ്പയർഡ് എന്ന് പറയുന്നത്. ലക്കോസ്റ്റിന് ഒരു 7000 കൊടുത്തിട്ട് 100 ml ഒരാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ 1200 എടുത്തിട്ട് ഇത് വാങ്ങിച്ചോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്തതും. ഓക്കെ, ഇതിൻ്റെ സ്മെല്ലാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടല്ലേ, അതല്ലാതെ ഇപ്പോൾ മാർക്കറ്റിൽ എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെല്ല് ഇറക്കണം എന്ന് വെച്ചാൽ അതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. പുതിയൊരു സാധനം കൊണ്ട് വന്നിട്ട് മാർക്കറ്റിൽ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനത്തിനെ കോപ്പി അടിച്ചിട്ട് അതിനേക്കാൾ വില കുറച്ച് വെക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അപ്പോൾ എന്തായാലും ഈ അവന്യൂ ബ്ലാങ്ക് എന്നുള്ളത് ലക്കോസ്റ്റ് വൈറ്റ് ആണ്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ വേറെ കാര്യം പറഞ്ഞത്, ലക്കോസ്റ്റ് യെല്ലോ ഫ്ലോറലും വൈറ്റ് ഫ്ലോറലും കുറച്ച് ക്രീമി ആയിട്ടുള്ള ഫ്ലോറലും, അതാണ് ലക്കോസ്റ്റ് വൈറ്റ്. കുറച്ചൊരു വൂഡി സ്മെല്ലുണ്ട്. അതായത് ഓപ്പണിംഗ് മുതലേ നമുക്ക് ആ ഒരു പൂക്കള സ്മെല്ലാണ് കിട്ടുക, നല്ല ഒരു വെള്ള പൂക്കള സ്മെല്ല്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലാങ്കി പൂവിൻ്റെ സ്മെല്ലും പണ്ട് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ അധികം കാണാൻ ചെയ്യാൻ സാധനം. അതിൻ്റെ ഒരു സ്മെല്ല് എവിടെയെങ്കിലും വണ്ടിയിൽ പാസ് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാറുണ്ട്. കാരണം അത്ര അധികം ഒരു നൊസ്റ്റാൾജിയ തരുന്ന ഒരു സ്മെല്ലാണത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്മെല്ല് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്ലോറൽ, വൈറ്റ് ഫ്ലോറൽ, അതായത് ഒരു ക്രീമി വൈറ്റ് ഫ്ലോറൽ. ഓഫീസ് പെർഫ്യൂമാണ്, ഭയങ്കര പഞ്ചിൽ ലാസ്റ്റ് ചെയ്യൊന്നുമില്ല. ഈ ഒരു പർട്ടിക്കുലർ MPFന്റെ ഈ ഒരു പ്രോഡക്റ്റ് ഒരു 2 hours വരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതൊരു 4 hours വരെ ലാസ്റ്റിംഗ് ഉള്ളത്. അത് നമ്മൾ ഇൻഡോർ ആണെങ്കിൽ നമുക്കൊരു 5 hours വരെ കിട്ടും. സോ അങ്ങനെയാണ് ഈ പെർഫ്യൂമിൻ്റെ പ്രൊജക്ഷൻ ആൻഡ് ലോഞ്ചിവിറ്റി ഒക്കെ ഉള്ളത്. സോ ചെറിയ പ്രൈസിന് അത് ഓക്കെയാണ്.
പക്ഷേ ലക്കോസ്റ്റ് വൈറ്റിൻ്റെ അല്ലാതെയും ഒരുപാട് ക്ലോൺസ് നമുക്ക് അറിയുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ ചെറിയ പ്രൈസിൽ ഇതാ ഏതൊക്കെ ഒരു ബോട്ടിലൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സോ എന്തായാലും വാങ്ങിക്കാൻ ഇതിന് കോപ്പീസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല, കാരണം ഇതൊരു പുതിയ ബ്രാൻഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഞാനത് കുറച്ച് നാൾ മുന്നൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ, എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഇനി ഇത് പഴയതാണെന്നുള്ളത് അറിഞ്ഞൂടാ. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇവിടെ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ പ്രൈസിന് ലക്കോസ്റ്റ് വൈറ്റിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ, പിന്നെ തരക്കടില്ലാത്ത ഒരു അപ് ടു 5 hours വരെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഓഫീസ് പെർഫ്യൂമാണ്, ഓഫീസിലിരുന്നുകൊണ്ട് മാത്രം യൂസ് ചെയ്യുക. പുറത്തൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് ഇത് ആകെ 1 മണിക്കൂർ നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അത് പെർഫ്യൂമിൻ്റെ പ്രശ്നമല്ല, അത് നിങ്ങളങ്ങനെ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ട്രൈ ചെയ്യുക. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.